ഹായ് സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നാട്ടിൽ നിന്ന് എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരു കക്ഷി വന്നിട്ടില്ലായിരുന്നു. വേറെ ആരുമല്ല, എൻ്റെ ഉറ്റ സുഹൃത്ത്. നാളെ തിരികെ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് കൊച്ചി നഗരം ഒന്ന് കറക്കി കാണിക്കുകയും അതോടൊപ്പം അവൾ പോലും പ്രതീക്ഷിക്കാതിരുന്നൊരു സർപ്രൈസും അവൾക്ക് കൊടുത്തു. വേറൊന്നുമില്ല, ആ കക്ഷിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം അങ്ങ് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തിരികെ അവിടെ നിന്ന് ഇറങ്ങി. വന്നത് വളരെ ക്ഷീണിച്ചായിരുന്നു. ഒന്നും നോക്കിയില്ല, ഒരു ലൈം അങ്ങ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് നേരെ തിരികെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് വേണ്ടിയിട്ടൊരു ഫോൺ കവർ നോക്കാൻ ഞങ്ങൾ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതുപോലെ കാറെന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു ഫോൺ പൗച്ചും സ്വന്തമാക്കി. ഞങ്ങളുടെ ചർച്ചാ വിഷയം അതിനെപ്പറ്റിയായിരുന്നു. അതാണ്, ചില സമയത്ത് റബ്ബ് നമ്മുടെ കൈക്കുമ്പിളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തരും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് അനിയത്തി ഗിഫ്റ്റായിട്ട് തരാൻ വേണ്ടിയിട്ട് കൊറിയറായിട്ടൊരു സാധനം വരാനുണ്ടായിരുന്നു. അത് ലേറ്റായി. ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് എത്തിയത്. അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോഴും ഞാൻ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് മേടിക്കാൻ വേണ്ടി ബക്കറ്റ് ലിസ്റ്റ് ആക്കി വെച്ച ഒരു സാധനമായിരുന്നു. അതും കിട്ടി. അടിപൊളി ഒരു ജേർണലിംഗ് ഡയറി ആയിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കക്ഷി നാളെ തിരിച്ചു പോവുക. സങ്കടമുണ്ട്, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വർഷവും എൻ്റെ പിറന്നാളിന് മുടങ്ങാതെ വന്ന് സന്ദർശിക്കാറുണ്ട് ആൾ. എല്ലാവർക്കും ഇതുപോലെ നല്ല സൗഹൃദങ്ങളും ഇതുപോലെ നല്ല നിമിഷങ്ങളും ഒക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാം. ബൈ ബൈ.